ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പെട്ടെന്നൊരു മുട്ട റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അധികം ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ ടേസ്റ്റിയായി വേഗത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മുട്ട റോസ്റ്റ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ മുട്ട റോസ്റ്റ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വേണം ചേർക്കാൻ. അതിട്ട് നന്നായിട്ടത് വഴന്ന് വരുന്ന സമയം നമ്മൾ ചെറിയ 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഈ സവാള വഴലുന്നതാണ് ഈ മുട്ട റോസ്റ്റിന് ഏറ്റവും ടേസ്റ്റ് നൽകുന്നത്. ഇനി നമുക്ക് കുറച്ച് ഫ്രഷായ കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് ഇത് നന്നായിട്ട് ഇളക്കി വീണ്ടും വഴറ്റിയെടുക്കാം. ഈ സമയം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിടുക. ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ആ മസാലയുടെ ഒരു പച്ചക്കുത്ത് മാറുന്നിടം വരെ വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 3/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഈ മസാല എല്ലായിടത്തും ഒന്ന് എത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നാരങ്ങാനീരിന് പകരം നമുക്ക് വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് വരഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് മസാലയിലൊന്ന് പൊതിഞ്ഞ് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി മുട്ട റോസ്റ്റ് റെഡിയായി. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.